ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സെക്കൻഡ് ഡേ നമ്മൾ ആദ്യം തന്നെ പോകുന്നത്, നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, അതെടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഗലാട്ട ടവറിലേക്കാണ് പോകുന്നത്. ഗലാട്ട ടവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ തന്നെ ഹയസ്റ്റ് പോയിൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇനി മലയേറി പോകണം. ഇവിടെ കാണിച്ചു തരാം ഞാൻ പോണ വഴിയൊക്കെ. ഇപ്പോൾ തിന്നത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇപ്പോൾ തന്നെ ദഹിക്കും, കാണിച്ചു തരാം. നമ്മൾ മല കയറി തുടങ്ങി. അതെ, നമ്മൾ മല കയറി തുടങ്ങി. കഴിച്ച ഭക്ഷണമൊക്കെ അപ്പോൾ തന്നെ ദഹിച്ചു പോയി. നോക്കട്ടെ. ഗലാട്ട ടവർ കണ്ടു. ഗലാട്ട ടവറിലെത്തി ആദ്യം തന്നെ ഞങ്ങൾ അവിടുത്തെ ഫേമസ് ആയ സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക് കഴിക്കാനാണ് പോകുന്നത്. ഈ കേക്ക് ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഉള്ളിലൂടെ കടവുള്ളോ? ബസേലിക്ക സിസ്റ്റം കാണാൻ പോകും. അവിടെ കയറുന്നതിന് മുന്നേ നമുക്ക് ഒരു ടിക്കറ്റ് എടുക്കാനുണ്ട്. ഒരാൾക്ക് എത്രയോ 600 TL ആണ്, ടർക്കിഷ് ലിറയാണ് വരുന്നത്. പൗണ്ട്സിൽ പറഞ്ഞെങ്കിൽ ഓൾമോസ്റ്റ് 20-21 പൗണ്ട്സ് ആവും. ഇപ്പോൾ രണ്ടുപേർക്കും 40 പൗണ്ട്സ് ആവും. അത് നമുക്ക് കാണാം. എന്താ ശരിക്കും ബേസിക്കലി എനിക്ക് മനസ്സിലായത് ബസേലിക്ക സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഹാർവസ്റ്റ് ചെയ്യാനുള്ള ടാങ്ക്. ഇത് ഇസ്താൻബുൾ ലൈക്ക് ടർക്കിയുടെ അണ്ടർഗ്രൗണ്ടിൽ ഇവർ പണിതേക്കുന്ന മറ്റേ വാട്ടർ സ്റ്റോർ ചെയ്യാനുള്ള ടാങ്കാണ്. പണ്ട് കാലത്ത് ഫുൾ വെള്ളമായിരുന്നു. ഇപ്പോൾ ഇത് ആൾക്കാർ കാണാൻ വേണ്ടി കുറച്ച് വെള്ളം നിലനിർത്തിയേക്കാണ്. പണ്ട് ഇത് ഫുൾ വെള്ളമായിരുന്നു. ബേസിക്കലി പുറത്തുനിന്നുള്ള വെള്ളം അകത്തേക്ക് കയറില്ല. ഇവരത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിക്ക് ലൈനിങ് ചെയ്തിട്ടുണ്ട് ഇവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൻ വാട്ടർ മാത്രമേ കയറുള്ളൂ, ബാക്കി ഉപ്പുവെള്ളം അങ്ങനത്തെ വെള്ളങ്ങളൊന്നും കയറില്ല. ബേസിക്കലി സീഡ് എടുത്തായതുകൊണ്ട് തന്നെ വാട്ടർ സ്പെസിറ്റി ഉള്ള സ്ഥലമായിരുന്നു. അതുകൊണ്ട് നല്ല വെള്ളം സ്വീകരിക്കാനുള്ള ഒരു ടാങ്കാണ്. ഇതിന്റെ മേലെ ശരിക്കും റോഡല്ലേ? താഴെ എത്തിയല്ലേ? നീ ക്രോസ് ചെയ്ത് ഇതിന്റെ താഴെ കൂടെ പോയി നമ്മൾ റോഡിന് ലൈറ്റ് മാറിപ്പോ വൈറ്റ് ലൈറ്റ് ആയിരുന്നു. ഗ്രീൻ റെഡ് ഒക്കെ വന്നു കുറച്ചു മുന്നേ. ഇവിടെ കോയിനൊക്കെ ഇട്ടിട്ടുണ്ട്, ടൂറിസ്റ്റ് ഇടുന്നതായിരിക്കും.
കൊണ്ട് ഇറങ്ങി. ഇതിൽ കൂടെ നമ്മൾ എക്സിറ്റ് ചെയ്ത് വന്നേ. നമ്മൾ കയറിയത് ആ വഴിയാണ്, അതിൽ കൂടെ കയറി. അപ്പോൾ ഈ ഇൻ ബിറ്റ്വീൻ ഈ റോഡിൽ കൂടെയാണ് നമ്മൾ അണ്ടർഗ്രൗണ്ട് പാസ് ചെയ്തത്. നമ്മൾ നിൽക്കണൊക്കെ സിസ്റ്റിൻ്റെ പൊക്കത്താണ്. അങ്ങനെ നമ്മൾ ഇസ്താൻബുളിൻ്റെ യൂറോപ്യൻ സൈഡിൽ നിന്ന് ഏഷ്യൻ സൈഡിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ഏഷ്യൻ സൈഡിലേക്ക് എത്താൻ ഒന്നുകിൽ ബസ് അല്ലെങ്കിൽ ബൈ ഫെറിയാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഫെറി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെറിയിലൂടെ പോകാമെന്ന് വിചാരിച്ചു. അടിപൊളി തണുത്ത് വിറച്ച് നിൽക്കണേ, പിങ്ക് കളറില് നല്ല തണുപ്പാണ് പറഞ്ഞു, നല്ല കാറ്റ്. നമുക്കിപ്പോൾ ടർക്കി എത്തിയതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ ഏഷ്യയിലും യൂറോപ്പിലുമായിട്ട് നിൽക്കുന്ന 2 കൺട്രി. നമ്മൾ യൂറോപ്പിൽ നിന്ന് ഏഷ്യൻ സൈഡിലേക്കാണ് നമ്മളിപ്പോൾ ക്രൂസ് ചെയ്ത് വന്നത്. അടിപൊളി എക്സ്പീരിയൻസ്, പ്രാവശ്യങ്ങളിൽ ചെയ്യണം. ഇത് സാധാ ഫെറിയാണ്, ഇതല്ലാണ്ട് നമുക്ക് ഡിന്നർ ക്രൂസും അങ്ങനത്തെ പല ടൈപ്പ് ക്രൂസ് റൈഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ അടിപൊളി സാധനം, ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ നൈസാണ്. ഇത് ഫെറിയുടെ ഉള്ളിലാണ്. ഞങ്ങൾ ഇത്രയും നേരം പുറത്തൊക്കെയായിരുന്നു. പുറത്തുനിന്ന് തണുത്ത് വിറച്ച് ഞങ്ങൾ ഉള്ളിൽ നിൽക്കാൻ വന്നിരിക്കുക. ഉള്ളിൽ ഇതുപോലത്തെ സീറ്റിംഗ് ഒക്കെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏഷ്യൻ സൈഡിലാണ്, ഇസ്താൻബുളിൻ്റെ. ഈ ബ്രിഡ്ജിൻ്റെ ആ സൈഡിൽ കാണുന്നതാണ് യൂറോപ്യൻ സൈഡ്. നമ്മളിപ്പോൾ ഏഷ്യൻ ഫെറി കയറി ഏഷ്യൻ സൈഡിലേക്ക് വന്നു. അപ്പോൾ 2 ഭൂഖണ്ഡത്തിലാണ് നമ്മളിപ്പോൾ പോയി വന്നത് അല്ലേ? അത് ആ കാണുന്നതാണ് യൂറോപ്പ്, ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നതാണ് ഏഷ്യ. ഈ ഒരു ബ്രിഡ്ജാണ് യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജ്. ഈ സ്ഥലത്തിന്റെ പേര് ഗുസ്ബൻഷാക്ക്. അങ്ങനെ ഞങ്ങൾ ബോസ്ഫറസ് റിവറിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് ഏഷ്യൻ സൈഡൊക്കെ കുറച്ച് കറങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോയി. പോവാണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ക്യാബ് പിക്ക് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് ഒരു 1.5 hours ഉണ്ടല്ലേ ട്രാവൽ ചെയ്ത് നമ്മളിനി എയർപോർട്ടിൽ പോവാണ്. അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസും കുറേ അടിപൊളി ഫുഡും കഴിച്ച സന്തോഷത്തിൽ ഞങ്ങൾ ഇസ്താൻബുളിനോട് യാത്ര പറഞ്ഞു. ലണ്ടനിലേക്ക് ഫ്ലൈറ്റ് ചെയ്തു.